ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു our ന്യൂ വീഡിയോ. ഇന്ന് നമുക്ക് 10ാം ക്ലാസ്സിലെ ക്രിസ്മസ് എക്സാമിന്റെ ബയോളജി ചോദ്യപേപ്പറിന്റെ ആൻസർ കീ ഒന്ന് പരിശോധിക്കാം. ചോദ്യം 1. DNA-യുടെ അടിസ്ഥാന നിർമ്മാണ ഘടകമായ ന്യൂക്ലിയോടൈഡിൽ ഉൾപ്പെടാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ എ റൈബോസ് പഞ്ചസാര. ചോദ്യം 2. തന്നിരിക്കുന്ന പ്രസ്താവനയും കാരണവും വിശകലനം ചെയ്ത് ചുവടെ നൽകിയവയിൽ നിന്നും ശരിയായത് കണ്ടെത്തി എഴുതുക. ഉത്തരം ഓപ്ഷൻ എ ആർ എന്നിവ ശരി. എയുടെ വിശദീകരണമാണ് ആർ. ചോദ്യം 3. ഓക്സിന്റെ ധർമ്മം ശരിയായി വിവരിക്കുന്ന പ്രസ്താവന ഏത്? ഉത്തരം ഓപ്ഷൻ ബി കാണ്ഡങ്ങളിൽ കോശദീർഘീകരണത്തെ ഉത്തേജിപ്പിക്കുന്നു. ചോദ്യം 4. പോഷക ദൗർലഭ്യം മൂലമുണ്ടാകുന്നതും എന്നാൽ പ്രതിരോധിക്കാവുന്നതുമായ ഒരു നേത്രരോഗം തിരിച്ചറിയാൻ ടീച്ചർ കുട്ടികളോട് ആവശ്യപ്പെടുന്നു. അവർ ഏത് തിരഞ്ഞെടുക്കും? ഉത്തരം ഓപ്ഷൻ സി സിറോഫ്റ്റാൽമിയ. ചോദ്യം 5. ഒരു രോഗിക്ക് വളരെയധികം ദാഹം, വിശപ്പ്, ഇടയ്ക്കിടെ മൂത്രമൊഴിക്കൽ, മിക്കപ്പോഴും ക്ഷീണം എന്നിവ അനുഭവപ്പെടുന്നു. എ. ഈ അവസ്ഥയുമായി ബന്ധപ്പെട്ട ഹോർമോണും ഉൽപ്പാദക ഗ്രന്ഥിയും തിരിച്ചറിയുക. ബി. രോഗി ഈ അവസ്ഥയെ അവഗണിച്ചാൽ എന്ത് സംഭവിക്കും? ഉത്തരം എ ഹോർമോൺ, ഇൻസുലിൻ, ഉൽപ്പാദക ഗ്രന്ഥി, പാൻക്രിയാസ്, ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്. ബി. രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുകയും അത് പ്രമേഹം, ഡയബറ്റീസ് മെലിറ്റസ് എന്ന രോഗാവസ്ഥയിലേക്ക് നയിക്കുകയും ചെയ്യും. ഇത് കണ്ണ്, വൃക്ക, ഹൃദയം തുടങ്ങിയ അവയവങ്ങളുടെ പ്രവർത്തനത്തെ ദോഷകരമായി ബാധിക്കും. ചോദ്യം 6. കൂടുതൽ ഫലപ്രദമായ രോഗചികിത്സയ്ക്ക് ആധുനിക വൈദ്യശാസ്ത്രം, പരിണാമം, ജനിതകശാസ്ത്രം തുടങ്ങിയ ജീവശാസ്ത്ര ആശയങ്ങളെ ഉപയോഗിക്കുന്നു. ഇവല്യൂഷണറി ക്ലിനിക്കൽ മെഡിസിൻ, പേഴ്സണലൈസ്ഡ് മെഡിസിൻ എന്നിവയുമായി ബന്ധപ്പെട്ട് ഈ പ്രസ്താവനയ്ക്ക് അനുയോജ്യമായ ഉദാഹരണങ്ങൾ എഴുതുക. ഉത്തരം ഇവല്യൂഷണറി ക്ലിനിക്കൽ മെഡിസിൻ. രോഗകാരികളായ ബാക്ടീരിയകൾ ആന്റിബയോട്ടിക്കുകൾക്കെതിരെ പ്രതിരോധശേഷി ആർജിക്കുന്നത് പരിണാമപരമായ മാറ്റമാണ്. ഇത് മനസ്സിലാക്കുന്നത് കൂടുതൽ ഫലപ്രദമായ ചികിത്സാരീതികൾ നിശ്ചയിക്കാൻ സഹായിക്കുന്നു. പേഴ്സണലൈസ്ഡ് മെഡിസിൻ. ഓരോ വ്യക്തിയുടെയും ജനിതക ഘടന വ്യത്യസ്തമാണ്. രോഗിയുടെ ജനിതക പ്രത്യേകതകൾ വിശകലനം ചെയ്ത് അവർക്ക് കൃത്യമായി ഫലിക്കുന്ന മരുന്നുകളും ചികിത്സയും നൽകുന്ന രീതിയാണിത്. ചോദ്യം 7. കടൽത്തീരത്ത് നിൽക്കുകയായിരുന്ന ഒരു കുട്ടി പെട്ടെന്ന് ശക്തമായ തിരമാലകളിൽ പെട്ടതായി തീരത്തുനിന്നൊരാൾ കണ്ടു. രണ്ടാമതൊന്ന് ആലോചിക്കാതെ കുട്ടിയെ രക്ഷിക്കാൻ അയാൾ വെള്ളത്തിലേക്ക് ചാടി. എ. ഈ അടിയന്തര ഘട്ടത്തിൽ പ്രവർത്തനസജ്ജമായ ഹോർമോൺ ഏത്? ബി. വേഗത്തിൽ പ്രവർത്തിക്കാനും സാഹചര്യത്തെ ഫലപ്രദമായി നേരിടാനും ഈ ഹോർമോൺ എപ്രകാരം സഹായകമായി? ഉത്തരം എപ്പിനെഫ്രിൻ, അഡ്രിനാലിൻ. ഈ ഹോർമോൺ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നു, ഹൃദയമിടിപ്പ് കൂട്ടുന്നു, പേശികളിലേക്കുള്ള രക്തപ്രവാഹം വർദ്ധിപ്പിക്കുന്നു. ഇത് പെട്ടെന്ന് പ്രതികരിക്കാനുള്ള ഊർജം നൽകുന്നു. ചോദ്യം 8. ഒരു വ്യക്തിയുടെ കാലിന്റെ സംവേദനക്ഷമതയും ചലനശേഷിയും പരിക്കിനു തുടർന്ന് നഷ്ടപ്പെട്ടു. ഒരു സമ്മിശ്രനാഡിക്ക് കേടുപാട് വന്നതാണിതിന് കാരണമെന്ന് ഡോക്ടർ തിരിച്ചറിഞ്ഞു. ഒരൊറ്റ സമ്മിശ്രനാഡിക്ക് സംഭവിച്ച കേടുപാടുകൾ സംവേദനക്ഷമതയും ചലനശേഷിയും നഷ്ടപ്പെടാൻ കാരണമായത് എന്തുകൊണ്ട്? ഉത്തരം സമ്മിശ്രനാഡികൾ, മിക്സ്ഡ് നെർവ്സ്, നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് സംവേദനാഡിനാരുകളും സെൻസറി ഫൈബേഴ്സ്, പ്രേരകനാഡിനാരുകളും മോട്ടോർ ഫൈബേഴ്സ് ചേർന്നാണ്. അതിനാൽ സമ്മിശ്രനാഡിക്ക് പരിക്കേറ്റാൽ തലച്ചോറിലേക്കുള്ള സന്ദേശവാഹകരും സംവേദനം, തലച്ചോറിൽ നിന്നുള്ള സന്ദേശവാഹകരും ചലനം ഒരേപോലെ തടസ്സപ്പെടുന്നു. ചോദ്യം 9. എ. ചിത്രീകരണം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക. എ. ബി എന്നിവ തിരിച്ചറിഞ്ഞ് എഴുതുക. ബി സൂചിപ്പിക്കുന്ന ഗ്രന്ഥി സി എന്ന ഭാഗത്തെ സ്വാധീനിക്കുന്നതെങ്ങനെ? ഉത്തരം ന്യൂറോ സെക്രീറ്ററി കോശങ്ങൾ. ബി. ഹൈപ്പോതലാമസ്. ബി. ഹൈപ്പോതലാമസിലെ ന്യൂറോ സെക്രീറ്ററി കോശങ്ങൾ റിലീസിംഗ് ഹോർമോണുകളും ഇൻഹിബിറ്ററി ഹോർമോണുകളും ഉൽപ്പാദിപ്പിക്കുന്നു. റിലീസിംഗ് ഹോർമോണുകൾ ട്രോപ്പിക് ഹോർമോണുകളുടെ ഉൽപ്പാദനത്തിന് കാരണമാകുന്നു. ഇൻഹിബിറ്ററി ഹോർമോണുകൾ ട്രോപ്പിക് ഹോർമോണുകളുടെ ഉൽപ്പാദനത്തെ തടയുന്നു. 9b. സസ്യങ്ങളിൽ കാണപ്പെടുന്ന പ്രകാശ സംവേദനക്ഷമതയുള്ള ഒരു വർണ്ണകമാണ് ഫൈറ്റോക്രോം. എ. ഈ വർണ്ണകം നിർമ്മിക്കപ്പെടുന്നത് എവിടെ? ബി. സസ്യങ്ങളിൽ ഈ വർണ്ണകത്തിന്റെ പ്രാധാന്യമെന്താണ്? ഉത്തരം എ. ഇലകളിൽ. ബി. വിത്തുമുളയ്ക്കൽ, പൂവിടൽ തുടങ്ങിയ സസ്യങ്ങളുടെ വളർച്ചാഘട്ടങ്ങളെ നിയന്ത്രിക്കാനിത് സഹായിക്കുന്നു. ചോദ്യം 10.
അന്തഃസ്രാവ്യ ഗ്രന്ഥികളുടെ തകരാറുകളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനായി നിങ്ങളുടെ ഹോർമോണുകളെ അറിയുക എന്നൊരു പ്രദർശനം നിങ്ങളുടെ ക്ലാസ് ഏറ്റെടുക്കുന്നു. ഇത്തരം പ്രദർശനങ്ങൾ സംഘടിപ്പിക്കുന്നത് കുട്ടികളിൽ അനുകമ്പയും സാമൂഹിക ഉത്തരവാദിത്വവും വളർത്താൻ എങ്ങനെ സഹായിക്കുന്നു എന്ന് വിശദീകരിക്കുക. ഹോർമോൺ അസന്തുലിതാവസ്ഥയുള്ള ആളുകളോട് അനുകമ്പയും അവബോധവും രൂപപ്പെടുത്തുന്നതിന് ഏതെങ്കിലും 2 അർത്ഥവത്തായ പ്രവർത്തനങ്ങൾ നിർദ്ദേശിക്കുക. കുട്ടികളെ, ഉത്തരം ഞാനിവിടെ കാണിക്കാം. ഞാൻ മുഴുവനും വായിക്കുന്നില്ല. ചോദ്യം 11. തന്നിരിക്കുന്ന പ്രസ്താവന വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക. തുടർച്ചയായ ചുമ, നെഞ്ചുവേദന, ശരീരഭാരം കുറയൽ എന്നിവയാണ് രോഗലക്ഷണങ്ങൾ. രോഗം, രോഗകാരി എന്നിവ തിരിച്ചറിഞ്ഞെഴുതുക. ഈ രോഗത്തിന്റെ പ്രതിരോധം, ചികിത്സ എന്നിവയെക്കുറിച്ച് വിശദീകരിക്കുക. ഉത്തരം ഞാനിവിടെ കാണിക്കാം. ചിത്രീകരണം വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക. ചിത്രീകരണം ഏത് പ്രക്രിയയെ സൂചിപ്പിക്കുന്നു? എ, ബി എന്നീ ഭാഗങ്ങൾക്ക് ഈ പ്രക്രിയയിലുള്ള പങ്കെന്ത്? ഉത്തരം ഫാഗോസൈറ്റോസിസ്. ലൈസോസോം. ഇതിലെ ദഹനരസങ്ങൾ എൻസൈംസ് ഉപയോഗിച്ച് രോഗകാരികളെ നശിപ്പിക്കുന്നു. ഫാഗോസോം. രോഗകാരികളെ വളഞ്ഞുപിടിച്ച് കോശത്തിനകത്താക്കുന്നു. ചോദ്യം 12. ആന്തരകർണത്തിന്റെ ഭാഗങ്ങൾ അടയാളപ്പെടുത്തിയിരിക്കുന്ന ചിത്രീകരണം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക. എ, ബി, സി എന്നടയാളപ്പെടുത്തിയിരിക്കുന്നവയിൽ ഏതെല്ലാം ഭാഗങ്ങളുടെ തകരാർ മൂലമാണ് ഒരാളുടെ ശരീരതുലനാവസ്ഥ നഷ്ടപ്പെടുന്നത്? ശരീരതുലനാവസ്ഥ പാലിക്കുന്നതിൽ ഈ ഭാഗങ്ങളുടെ പങ്കെന്ത്? ഉത്തരം അർദ്ധവൃത്താകാര കുഴലുകൾ. വെസ്റ്റിബ്യൂൾ. ഈ ഭാഗങ്ങൾക്കുള്ളിലെ എൻഡോലിംഫ് എന്ന ദ്രവത്തിന്റെ ചലനം അവിടുത്തെ സെൻസറി ഹെയർ സെല്ലുകളെ ഉത്തേജിപ്പിക്കുകയും ആവേഗങ്ങളുണ്ടാക്കുകയും ചെയ്യുന്നു. ഈ ആവേഗങ്ങൾ വെസ്റ്റിബുലാർ നാഡി വഴി സെറിബെല്ലത്തിലെത്തുമ്പോഴാണ് ശരീരതുലനാവസ്ഥ പാലിക്കപ്പെടുന്നത്. ചോദ്യം ബി. ആന്തരകർണത്തിലെ ദ്രവചലനങ്ങളാണ് ശബ്ദം തിരിച്ചറിയുന്നതിന് സഹായിക്കുന്നത്. ആന്തരകർണത്തിലെ ദ്രവങ്ങളേതെല്ലാം? ഈ ദ്രവങ്ങളുടെ ചലനം ശബ്ദം തിരിച്ചറിയുന്നതിനുള്ള ആവേഗങ്ങളെ രൂപപ്പെടുത്തുന്നതെങ്ങനെയെന്ന് വിശദീകരിക്കുക. ഉത്തരം ഞാൻ കാണിക്കാം. ചോദ്യം 13. ഒരു ശാസ്ത്രജ്ഞൻ കോശത്തിലെ 2 വ്യത്യസ്ത പ്രക്രിയകൾ നിരീക്ഷിക്കുന്നു. ഒന്നാമത്തെ പ്രക്രിയയിൽ എൻസൈമുകൾ ഡിഎൻഎയിൽ നിന്ന് ഒരു സന്ദേശതന്മാത്രയെ രൂപപ്പെടുത്തുന്നു. രണ്ടാമത്തെ പ്രക്രിയയിൽ ഈ സന്ദേശതന്മാത്ര റൈബോസോമിലെത്തുകയും ഒരു ഉൽപ്പന്നമുണ്ടാവുകയും ചെയ്യുന്നു. പ്രക്രിയകളുടെ പേരെഴുതുക. രണ്ടാമത്തെ പ്രക്രിയയിൽ രൂപപ്പെടുന്ന സന്ദേശതന്മാത്രയുടെ പ്രാധാന്യമെന്ത്? രണ്ടാമത്തെ പ്രക്രിയയിലെ വിവിധ ഘട്ടങ്ങൾ വിശദീകരിക്കുക. കുട്ടികളെ, ഇതിനും ഞാൻ ഉത്തരം ഇവിടെ കാണിക്കുന്നുണ്ട്. ചോദ്യം 14. മനുഷ്യരിലെ ഗന്ധം തിരിച്ചറിയുന്നതുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക. ഗന്ധത്തിന്റെ ആവേരങ്ങളെ തലച്ചോറിലേക്ക് വഹിക്കുന്ന നാഡിയേത്? ഗന്ധം തിരിച്ചറിയുന്നതിൽ ശ്ലേഷ്മസ്തരത്തിന്റെ പങ്കെന്ത്? ഗന്ധഗ്രാഹികൾ ഗന്ധം തിരിച്ചറിയാൻ എങ്ങനെ സഹായിക്കുന്നു? ഉത്തരം ഗന്ധനാഡി, ഓൾഫാക്ടറി നെർവ്. വായുവിലൂടെ എത്തുന്ന ഗന്ധകണികകൾ നാസാരന്ധ്രത്തിലെ ശ്ലേഷ്മത്തിൽ മ്യൂക്കസിൽ ലയിക്കുന്നു. ഇങ്ങനെ ലയിച്ച അവസ്ഥയിൽ മാത്രമേ ഗന്ധഗ്രാഹികളെ ഉത്തേജിപ്പിക്കാൻ സാധിക്കൂ. ശ്ലേഷ്മത്തിൽ ലയിച്ച ഗന്ധകണികകൾ ഗന്ധഗ്രാഹികളെ ഉത്തേജിപ്പിക്കുകയും ആവേഗങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ ആവേഗങ്ങൾ ഗന്ധനാഡി വഴി സെറിബ്രത്തിലെത്തുമ്പോഴാണ് ഗന്ധം തിരിച്ചറിയുന്നത്. ചോദ്യം ബി. രുചിമുകുളങ്ങളുടെ ഘടന, ധർമ്മം എന്നിവയും രാസഗ്രാഹികളും അടിസ്ഥാനപ്പെടുത്തി തന്നിരിക്കുന്ന പ്രസ്താവനയ്ക്ക് ശാസ്ത്രീയ വിശദീകരണം എഴുതുക. ഉമിനീരാണ് രുചിയുടെ മാധ്യമം. ഉത്തരം ഭക്ഷണപദാർത്ഥങ്ങളിലെ രാസതന്മാത്രകൾ ഉമിനീരിൽ ലയിക്കുമ്പോൾ മാത്രമാണ് നാക്കിലെ രുചിമുകുളങ്ങളിലുള്ള രാസഗ്രാഹികൾ കെമോറിസെപ്റ്റേഴ്സ് ഉത്തേജിപ്പിക്കപ്പെടുന്നത്. ഉമിനീരിൽ ലയിക്കാതെ രുചി തിരിച്ചറിയാൻ സാധിക്കില്ല. ഈ ഉത്തേജനം മൂലമുണ്ടാകുന്ന ആവേഗങ്ങൾ നാഡികൾ വഴി സെറിബ്രത്തിലെത്തുമ്പോഴാണ് നാം രുചി അനുഭവിക്കുന്നത്. ചോദ്യം 15. ചിത്രം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക. ചിത്രം പകർത്തി വരയ്ക്കുക.
ബി, എ, ബി എന്നീ ഭാഗങ്ങൾ തന്നിരിക്കുന്ന സൂചനകൾക്കനുസരിച്ച് പേരെഴുതി അടയാളപ്പെടുത്തുക. സി, എയിലെ പേശികൾക്ക് തകരാർ സംഭവിച്ചാൽ തീവ്രപ്രകാശത്തിൽ പ്യൂപ്പിളിന് എന്തു സംഭവിക്കും? ഉത്തരം എ, നിങ്ങൾ വരയ്ക്കുമല്ലോ. ബി, എ ഐറിസ്, ബി സിലിയറി പേശികൾ. സി, തീവ്രപ്രകാശത്തിൽ വലയപേശികൾ സങ്കോചിക്കുകയില്ല. പ്യൂപ്പിളിന്റെ വലുപ്പം കുറയാത്തിനാൽ തീവ്രപ്രകാശം കണ്ണിനുള്ളിലേക്ക് പ്രവേശിക്കാൻ ഇടയാകും. ചോദ്യം 16. ചിത്രം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക. എ, ചിത്രത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന ഗ്രന്ഥി ഏതെന്ന് തിരിച്ചറിഞ്ഞെഴുതുക. ബി, ഈ ഗ്രന്ഥിയിലെ ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്ന 2 തരം കോശങ്ങളുടെ പേരെഴുതുക. സി, ശരീര താപനില, ഉപാപചയ പ്രവർത്തനങ്ങൾ എന്നിവയെ നിയന്ത്രിക്കുന്ന ഹോർമോണിന്റെ മറ്റ് 2 പ്രവർത്തനങ്ങൾ എഴുതുക. കുട്ടികളെ, ഉത്തരം ഞാൻ കാണിക്കാം. ചോദ്യം 17. ചിത്രത്തിൽ തന്നിരിക്കുന്ന 4 തരം വെളുത്ത രക്തകോശങ്ങളെ തിരിച്ചറിഞ്ഞ് പട്ടിക പൂർത്തിയാക്കുക. ഉത്തരം ഞാനിവിടെ കാണിക്കുന്നുണ്ട്, നിങ്ങൾ പട്ടികയിൽ ചേർത്ത് പൂരിപ്പിക്കുക. ചോദ്യം 18. എ, രാത്രിയിൽ ഒരാൾ പുസ്തകം വായിച്ചിരിക്കെ പെട്ടെന്ന് വൈദ്യുതിക്ക് തടസ്സം നേരിട്ടു. കുറച്ചു നിമിഷത്തേക്ക് അയാൾക്കൊന്നും കാണാൻ കഴിഞ്ഞില്ല. എ, ഇരുട്ടിൽ പ്രകാശഗ്രാഹികളിലെ ഗ്ലൂട്ടാമേറ്റിന്റെ ഉൽപ്പാദനത്തിന് എന്ത് സംഭവിക്കുന്നു? ബി, ഓൺ ബൈപോളാർ കോശങ്ങളിലും ഓഫ് ബൈപോളാർ കോശങ്ങളിലും തുടർന്ന് നടക്കുന്ന പ്രവർത്തനങ്ങൾ ഇരുട്ടിനെ തിരിച്ചറിയാൻ സഹായിക്കുന്നതെങ്ങനെ എന്നെഴുതുക. സി, ആവേഗപ്രസരണത്തിൽ ഗാംഗ്ലിയോൺ കോശങ്ങളുടെ പങ്ക് എന്ത്? ഉത്തരം ഇവിടെ കാണിക്കുന്നു. ചോദ്യം 18. ബി, സ്കൂളിലെ ചടങ്ങിനിടെ ഒരു കുട്ടി വേദിയിലുള്ള വർണ്ണാഭമായ ലൈറ്റുകളെ നിരീക്ഷിക്കുന്നു. ഓരോ നിറവും വെവ്വേറെ തിരിച്ചറിയാൻ കുട്ടിക്ക് കഴിയുന്നുണ്ട്. എ, വ്യത്യസ്ത നിറങ്ങൾ തിരിച്ചറിയാൻ കുട്ടിയെ സഹായിച്ച റെറ്റിനയിലെ കോശങ്ങൾ ഏതെല്ലാം? അവയിലടങ്ങിയിരിക്കുന്ന വർണ്ണകം ഏത്? ബി, ഈ കോശങ്ങളുടെ വ്യത്യസ്ത തരങ്ങൾ പല നിറങ്ങളെ തിരിച്ചറിയാൻ എങ്ങനെ സഹായിക്കുന്നുവെന്ന് വിശദീകരിക്കുക. ഉത്തരം ഞാൻ കാണിക്കുന്നുണ്ട്. കുട്ടികളെ, നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായാൽ ലൈക്ക് ചെയ്യാനും പുതുതായി കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്ത് വെക്കാനും നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്താനും മറക്കല്ലേ. നന്ദി.